ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കാണാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ സച്ചി രേവതിക്ക് വേണ്ടിയിട്ട് വലിയൊരു പൂമാലയുടെ ഓർഡർ കൊണ്ടുവരുന്നുണ്ടല്ലേ, അതിൽ നിന്ന് നമ്മുടെ രേവതിക്ക് നല്ലൊരു ലാഭം തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, രേവതി നീ പണം കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സച്ചിന് വേണ്ടിയിട്ടൊരു കാർ എടുത്ത് കൊടുക്കാനാണ് തൻ്റെ ആഗ്രഹമെന്ന് പൂക്കൾ കിട്ടാൻ വേണ്ടി വന്ന ചേച്ചിമാരോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം രേവതി നേരെ മഹേഷിനെ കാണാൻ ചെല്ലുകയും തൻ്റെ കൂടെ സച്ചിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കേണ്ടി വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ മഹേഷും കാർത്തിക്കും രേവതിയും കൂടെ കൂടിയിട്ട് അവിടെ ഒരു ഷോറൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു നല്ലൊരു അടിപൊളി കാർ കാണുന്നുണ്ട്. ഈ സമയത്ത് മഹേഷ് പറയുന്നത് നേരത്തെ നമ്മുടെ സച്ചി കാർ നോക്കി വെച്ചതായിരുന്നു, പക്ഷേ പണം തികയായതുകൊണ്ടാണ് അവനെ ഈ ഒരു കാർ മേടിക്കാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും സച്ചിന് ഇഷ്ടപ്പെട്ട കാറിൽ ഇത് തന്നെ മേടിച്ചേക്കാമെന്ന് നമ്മുടെ രേവതി വിചാരിക്കുകയാണ്. അങ്ങനെ ഷോറൂമിന്റെ ഓണറോടായിട്ട് മഹേഷ് പറയുന്നുണ്ട്, സച്ചിയുടെ ഭാര്യയാണ്, സച്ചിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആയിട്ട് ഒരു കാർ മേടിച്ചു കൊടുക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൊള്ളാലെ, എന്തായാലും സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു കാർ മേടിക്കാന്ന് വെച്ച് നന്നായി. നേരത്തെ സച്ചി ഇവിടെ വന്നൊരു കാർ നോക്കിയിരുന്നു, പക്ഷേ അന്നിട്ട് പണം തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഒരു കാറിന് എത്ര റേറ്റ് വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് 4 ലക്ഷം രൂപയാണ് കാറിന്റെ വില എന്ന് പറയട്ടെ. കേൾക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയും മഹേഷും ഒക്കെ ആകെ ഞെട്ടിപ്പോവുകയാണ്. കാരണം ലാഭം പിടിച്ചിട്ട് ബാക്കിയുള്ള ഒരു 1.25 ലക്ഷം രൂപ എടുത്ത് രേവതിയുടെ കയ്യിലുള്ള. അതുകൊണ്ട് രേവതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എന്തായാലും ഇപ്പം നിലവിൽ 1.25 ലക്ഷം രൂപയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഈ ഷോറൂമിന് ഓണർ പറയുകയാണ്, എന്തായാലും നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ടത്, ഇപ്പം നിലവിൽ നിങ്ങൾ 1.5 ലക്ഷം രൂപ കിട്ടിയത് ബാക്കിയുള്ള ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് സന്തോഷമാവുന്നുണ്ട്. എന്നിരുന്നാലും ഇനി ബാക്കിയുള്ള 25,000 രൂപ അത് എവിടെ നിന്ന് ഒപ്പിക്കണം എന്നുള്ള ടെൻഷനാവും കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, പെങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട, പെങ്ങൾക്ക് ഞാൻ 25,000 രൂപ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്ന സമയത്ത് വേണ്ട മഹേഷിന് അല്ലാതെ തന്നെ ഒരുപാട് ബാധ്യതകളുണ്ട്, മാത്രമല്ല സച്ചേറിന് ഞാനായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല അത്, ഞാൻ ഇവിടെ നിന്ന് പണം ഒപ്പിച്ചോളാമെന്നൊക്കെ രേവതി പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ രേണു മുഖേന ഒരു പലിശക്കാരനെ പരിചയപ്പെടാൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പലിശക്കാരൻ, അദ്ദേഹം രേവതിയെ വന്ന് കാണുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രേവതി 25,000 രൂപ കടം മേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സച്ചിക്ക് വേണ്ടിയിട്ട് ആ ഒരു കാർ മേടിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, രേവതി ഞാൻ എന്തായാലും സച്ചിയോട് ഈ ഒരു സത്യം തുറന്നു പറയട്ടെ, രേവതി സച്ചിക്ക് വേണ്ടി കാർ എടുത്തെന്ന് പറയുമ്പോഴത്തേക്കും അവന് ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെനിക്കറിയാം മഹേഷ് ഏട്ടാ, പക്ഷേ സച്ചിയേട്ടൻ ഇപ്പം എന്തായാലും പറയണ്ട, സച്ചിയേട്ടന് വലിയൊരു സർപ്രൈസ് ആയിട്ട് ഞാൻ ഈ കാർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹേഷിന് ഒരു കാര്യം ചെയ്യണം, ആദ്യം സച്ചിനെ വിളിച്ചതിന് ശേഷം ഈ ഒരു കാറിന്റെ കണ്ടീഷനൊക്കെ സച്ചിന് ഇഷ്ടമായോ എന്നൊക്കെ അറിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞ പ്രകാരം തന്നെ മഹേഷ് സച്ചിനെ വിളിച്ചു വരുത്താണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു കാർ കാണുന്ന സമയത്ത് സച്ചി ചോദിക്കണം, ഈ ഒരു കാറാണോ ഇത്, നമ്മൾ നോക്കിയതല്ലേണം മഹേഷ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതേടെ നമ്മൾ തന്നെ നോക്കിയ കാറാണിത്, എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ കാർ അന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ മേടിക്കാൻ നോക്കിയത്, പക്ഷേ അന്ന് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, എന്തായാലും നിന്റെ കൂട്ടുകാരൻ ഭാഗ്യവാനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മഹേഷ് പറയുന്നുണ്ട്, എന്നൊരു കാര്യം ചെയ്യും, നീ ആ വണ്ടി ഒന്ന് ഉള്ളിലേക്ക് കയറി ഒന്ന് ഓടിച്ചു നോക്കിയെന്ന് പറയുമ്പോഴത്തേക്കും അത് വേണോടാ മഹേഷ് എന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്ന സമയത്ത് വേണം, നീ അത് ഓടിച്ചു നോക്കാൻ പറയുകയും നമ്മുടെ സച്ചി വണ്ടിയുടെ അകത്തേക്ക് കയറിയതിന് ശേഷം ഭയങ്കര ഇമോഷണൽ ആവട്ടെ, കാരണം താൻ ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടിയായിരുന്നു ഇത്, അത് തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണല്ലോ എന്ന രീതിക്കാണ് സച്ചി അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതിനുശേഷം വണ്ടി എടുത്ത് പതുക്കുന്ന ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ, കാരണം സച്ചേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വണ്ടിയാണ് താൻ സച്ചേനെ എടുത്തു കൊടുക്കാൻ ഒരുങ്ങുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവട്ടെ. പിന്നീട് വീട്ടിലേക്ക് ചെന്നതിന് ശേഷം രേവതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ നമുക്ക് നാളെ കാലത്ത് ഒരിടം വരെ പോകാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങോട്ടാണ് രേവതി എന്ന് ചോദിക്കേണ്ട, അത് എങ്ങോട്ടാണെന്ന് സർപ്രൈസ് ആണ്, സച്ചിൻ്റെ കൂടെ പോന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും കൂട്ടിക്കൊണ്ട് രേവതി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് അവിടെ അമ്മയും രേണുവും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ സച്ചിക്ക് അമ്മയോട് മിണ്ടാനായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, കാരണം അന്ന് വന്ന സമയത്ത് അമ്മയോട് സംസാരിച്ചതല്ല, അത് മാത്രമല്ല വീട്ടിൽ വന്നിട്ട് ശരത്തിന് തല്ലുകയും ചെയ്തു. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം സച്ചി ഒന്ന് പരുങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി ഒന്ന് സച്ചിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അന്ന് അങ്ങനെ പെരുമാറിയതിൻ്റെ പേരിൽ നമ്മുടെ സച്ചി ലക്ഷ്മിയോടായിട്ട് സോറിയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അമ്പലത്തിൻ്റെ നടയ്ക്ക് മുന്നിലായിട്ട് താൻ കണ്ടിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ കാറ് കാണുന്നത്. ഇത് കാണുന്ന സമയത്ത് സച്ചിക്ക് ഭയങ്കര അതിശയമാട്ടോ. കൂടുതൽ തന്നെ മഹേഷും കൂടെ അങ്ങോട്ട് വരുന്ന കാണുമ്പോഴത്തേക്കും, എടാ മഹേഷ് നീ എന്താണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണിത്, അവൻ്റെ വണ്ടി പൂജയ്ക്ക് കൊടുക്കാണ്ട് വന്നാണെന്ന് പറയട്ടെ. അതിനുശേഷം ദേവുവിനായിട്ട് ദേവു ഒരു പൂമാലയ്ക്ക് ഓർഡർ തന്നിരുന്നില്ല, ആ മാല ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്, ഞാൻ കൊണ്ടിടാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവു തന്നെയാണ് കേട്ടോ മാലയൊക്കെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടേ കെട്ടിത്തുക. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, സച്ചിക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണ്, കാരണം സച്ചി ഇതൊന്നും മനസ്സിൽ കൂടി ചിന്തിക്കുന്നതും കൂടി ഇല്ല. അങ്ങനെ പൂജാരി വരുന്ന സമയത്താണ് നമ്മുടെ സച്ചി മനസ്സിലാക്കുന്നത് തനിക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണ്. അതായത് പൂജാരി വന്നതിന് ശേഷം വണ്ടി ഓടിക്കുന്ന ആളും ഭാര്യയും കൂടി ഇങ്ങോട്ട് വരാൻ പറയുന്ന സമയത്ത് രേവതി സച്ചിനോട് പറയുന്നത്, സച്ചിയേട്ട വായെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനെന്തിനാ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി അത് നിന്റെ വണ്ടിയാണ്, നിനക്ക് വേണ്ടിയിട്ട് രേവതി മേടിച്ചു തന്നാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും
സച്ചിയുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഭാഗമുണ്ട്. ഇമോഷണൽ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സന്തോഷവും സങ്കടം കാരണം ഒരു പ്രത്യേക രീതിക്ക് നമ്മുടെ രേവതി